ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരുതരം ഭാരം അനുഭവിക്കുന്നത്? ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ഉടനെ അടുത്തതിനെക്കുറിച്ചുള്ള ആധി. എല്ലാം കൃത്യമായി നടക്കണമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ജീവിതത്തെ ഒരു വലിയ യുദ്ധകളമാക്കി മാറ്റുന്നു. നമ്മൾ ആസൂത്രണം ചെയ്യുന്നു, കഠിനമായി പ്രയത്നിക്കുന്നു, പക്ഷെ ഫലം പ്രതീക്ഷിച്ചതുപോലെ വന്നില്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെടുന്നു. സ്റ്റോയിസിസം പഠിപ്പിക്കുന്നത് ജീവിതത്തെ നിയന്ത്രിക്കാൻ നോക്കുന്നതിലല്ല, മറിച്ച് ജീവിതത്തോട് പൊരുത്തപ്പെട്ടു പോകാനാണ്. ഈ 20 മിനിറ്റ് കൊണ്ട് എന്തിനാണ് നമ്മൾ ഇത്രയധികം സമ്മർദ്ദം അനുഭവിക്കുന്നതെന്നും എങ്ങനെ ഈ സമ്മർദ്ദത്തിൽ നിന്ന് മോചിതരാകാമെന്നും നമുക്ക് നോക്കാം. നമ്മൾ പലപ്പോഴും കരുതുന്നത് ഞാൻ കഠിനമായി പ്രയത്നിച്ചാൽ എല്ലാം എൻ്റെ നിയന്ത്രണത്തിലാക്കാം എന്നാണ്. എന്നാൽ സത്യത്തിൽ ഇതൊരു ഭ്രമമാണ്. നിങ്ങൾ ഒരു പ്രോജക്റ്റിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളുടെ കയ്യിലാണ്. എന്നാൽ ആ പ്രോജക്റ്റ് വിജയിക്കുമോ ഇല്ലയോ എന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ അമിതമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആശങ്ക കൂടുന്നു. ഇത് നടന്നില്ലെങ്കിൽ എന്തു ചെയ്യും എന്ന ചിന്ത നമ്മളെ വിടാതെ പിന്തുടരുന്നു. സൃഷ്ടികരമായ കഴിവ് കുറയുന്നു. മനസ്സെപ്പോഴും പേടിയിലായതുകൊണ്ട് പുതിയ ആശയങ്ങൾ വരില്ല. ബന്ധങ്ങളിൽ വിള്ളൽ. നമ്മൾ മറ്റുള്ളവരെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ഇത് അസ്വാസ്യങ്ങൾക്ക് കാരണമാകുന്നു. ജീവിതം ഒരു പ്രവാഹം പോലെയാണ്. നിങ്ങൾ അതിനെ തടയാൻ ശ്രമിച്ചാൽ അണക്കെട്ടുപോലെ അത് സമ്മർദ്ദം കൂടും. എന്നാൽ പ്രവാഹത്തിനൊപ്പം നീന്താൻ പഠിച്ചാൽ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് എളുപ്പമാകും. സ്റ്റോയിക് തത്വചിന്തകർ എപ്പോഴും പറയുന്ന ഒന്നാണ് ഡൈക്കോട്ടോമി ഓഫ് കൺട്രോൾ. ഇതിനെ രണ്ടായി തിരിക്കാം. നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളത് നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ പ്രതികരണം. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്തത് മറ്റുള്ളവരുടെ അഭിപ്രായം, കാലാവസ്ഥ, വിപണി, ഭാവിയിലെ ഫലം, ആളുകളുടെ പെരുമാറ്റം. നമ്മുടെ സമാധാനം എപ്പോഴും പുറത്തുള്ള കാര്യങ്ങളിൽ രണ്ടാമത്തെ ഗണത്തിൽ വെക്കുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. ഉദാഹരണത്തിന്, ഒരാൾ നിങ്ങളെ വിമർശിച്ചു എന്ന് കരുതുക. ആ വിമർശനം മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. പക്ഷേ ആ വിമർശനത്തെ എങ്ങനെ കാണണമെന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. മാർക്കസ് ഓറേലിയസ് പറഞ്ഞത്, ലോകത്തെ മാറ്റാൻ കഴിയില്ല, പക്ഷേ ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റാൻ നിങ്ങൾക്കാകുമെന്നാണ്. പലരും ഡിറ്റാച്ച്മെന്റ് എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് എന്തിനോടും താൽപ്പര്യമില്ലാത്ത അവസ്ഥയാണ് എന്നാണ്. എന്നാൽ സ്റ്റോയിക് തത്വചിന്തയിൽ ഇതല്ല അർത്ഥം. ഇതിന്റെ അർത്ഥം ഫലത്തോടുള്ള അമിതമായ ആശ്രയത്വം കുറയ്ക്കുക എന്നാണ്. ഉദാഹരണത്തിന്, ഒരു കായിക താരം കളിക്കളത്തിലിറങ്ങുമ്പോൾ ജയിക്കാൻ വേണ്ടി പൊരുതണം. എന്നാൽ ജയിച്ചില്ലെങ്കിൽ തകർന്നു പോകാതിരിക്കാനുള്ള മാനസികാവസ്ഥ കൂടി അദ്ദേഹത്തിനുണ്ടാകണം. ഇതാണ് യഥാർത്ഥ അനാസക്തി. നിങ്ങൾ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കേണ്ടതില്ല, പക്ഷേ ആ ആഗ്രഹങ്ങൾ നിറവേറാത്തപ്പോൾ തകർന്നു പോകാതിരിക്കാൻ പഠിക്കണം. ഇത് നിങ്ങളെ കൂടുതൽ ശക്തനാക്കും. എല്ലാം പെട്ടെന്ന് വേണം എന്ന വാശി ആണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സമ്മർദ്ദം. സോഷ്യൽ മീഡിയയും സാങ്കേതികവിദ്യയും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇൻസ്റ്റന്റ് റിസൾട്ട് വേണം എന്നാണ്. എന്നാൽ പ്രകൃതിയുടെ നിയമം അതല്ല. ഒരു മുള അതിൻ്റെ വേരുകൾ ഉറപ്പിക്കാൻ വർഷങ്ങളെടുക്കും. പെട്ടെന്ന് മുകളിലേക്ക് വരാൻ ശ്രമിച്ചാൽ അത് കാറ്റത്ത് വീണുപോകും. നിങ്ങളുടെ ജീവിതത്തിലെ കഠിനാധ്വാനവും ഇതുപോലെയാണ്. ഫലങ്ങൾ വരാൻ സമയമെടുക്കും. ഈ ഇടവേളയിൽ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. കാത്തിരിപ്പ് എന്നത് വെറുതെ ഇരിക്കലല്ല, മറിച്ച് തുടർച്ചയായി പ്രയത്നിക്കുക എന്നതാണ്. ഫലം വരാൻ വൈകുന്നത് നിങ്ങൾ പരാജയപ്പെട്ടു എന്നല്ല, മറിച്ച് നിങ്ങൾ കരുത്താർജിക്കുകയാണ് എന്നാണർത്ഥം. ഇതൊക്കെ കേൾക്കാൻ എളുപ്പമാണ്, പക്ഷെ എങ്ങനെ പ്രാവർത്തികമാക്കാം? നിരീക്ഷണം. ദിവസവും 10 മിനിറ്റ് മൗനമായിരിക്കുക. നിങ്ങളുടെ ചിന്തകൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിരീക്ഷിക്കുക. പേടിയാണോ, ദേഷ്യമാണോ? അതിനെ വെറുതെ നോക്കി നിൽക്കുക. ചോദ്യം ചോദിക്കുക. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സ്വയം ചോദിക്കുക, ഇതെന്റെ നിയന്ത്രണത്തിലാണോ? അല്ല എങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ ശ്രമിക്കുക. പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുക. ഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനു പകരം ഈ നിമിഷം ചെയ്യേണ്ട കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. അവസാനമായി ഒന്നോർക്കുക, ജീവിതം ഒരിക്കലും പൂർണ്ണമായി നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് പോകില്ല. ആ അനിശ്ചിതത്വത്തിലാണ് ജീവിതത്തിന്റെ സൗന്ദര്യം. കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷമുണ്ട് അതിനെ അംഗീകരിക്കാൻ പഠിക്കുമ്പോൾ. നിങ്ങൾ ഒഴുക്കിനെതിരെയല്ല, ഒഴുക്കിനൊപ്പം നീന്തുക. അപ്പോൾ മാത്രം നിങ്ങൾക്ക് ജീവിതത്തിന്റെ യഥാർത്ഥ വേഗതയും ആനന്ദവും അനുഭവിക്കാൻ സാധിക്കും. ഇന്നു മുതൽ ഒരു ചെറിയ മാറ്റം വരുത്തൂ. നിയന്ത്രണം കുറയ്ക്കുക, വിശ്വാസം കൂട്ടുക. കാര്യങ്ങൾ തനിയെ ശരിയാകും.
ഈ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകരിക്കുമെങ്കിൽ പങ്കുവയ്ക്കുക. വീഡിയോ കണ്ടതിന് നന്ദി.